ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നീ ഭയപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നീ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. അവിടുത്തെ വാഗ്ദാനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അവിടുന്ന് ജീവിക്കുന്ന കർത്താവാണ്, ജീവിക്കുന്ന ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വഴിമുട്ടി നിൽക്കുന്ന നിനക്ക് നേരെ അവിടുന്ന് പുതിയ വഴി തുറന്നു തരും. എന്തെന്നാൽ യേശുക്രിസ്തു വഴിയും സത്യവും ജീവനുമാണ്. നിന്റെ പ്രശ്നങ്ങളിൽ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നീ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നീ വിളിക്കുമ്പോൾ അവിടുന്ന് നിനക്ക് മറുപടി നൽകും. ഇന്ന് എല്ലാ ആവശ്യങ്ങളെയും, ഇന്നത്തെ നിന്റെ സങ്കടങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിയോഗങ്ങൾ, ഇന്നത്തെ നിന്റെ ജോലി, സാമ്പത്തിക ആവശ്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനേകം പേർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനു വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ 21 ദിവസത്തെ പ്രേയർ ചലഞ്ച് നടക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ അവസാനിച്ചു. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ കാണണം. 21 ദിവസവും മുടങ്ങാതെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടായിരിക്കും. ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ വിളിക്കുക. ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുക. കർത്താവായ യേശുവേ, നീ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ഹൃദയം തുറന്ന് വിളിക്കുക. നിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇന്ന് തന്നെ കർത്താവ് ഇടപെട്ട് വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വലിയ ദൈവാനുഗ്രഹങ്ങൾ ഇന്ന് നിനക്ക് ലഭിച്ചിരിക്കും. വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ജെറമിയ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു, ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവെന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരം, മനസ്സ്, അന്തരാത്മാവ്, ഹൃദയം, ബുദ്ധി എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് ചെയ്ത് കിട്ടേണ്ടതായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ എത്ര പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ നിന്റെ നാമത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ നാമത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് വിശ്വാസം. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവേ, മറ്റ് ഒരു നാമത്തിലും രക്ഷയില്ല, മറ്റൊരു നാമത്തിലും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ
ഭൂമിയെ സൃഷ്ടിച്ച് അതിനെ രൂപപ്പെടുത്തിയ കർത്താവേ, അങ്ങയുടെ നാമം കർത്താവ് എന്നാണ്. അതിനാൽ അങ്ങയിൽ ഞാൻ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ യേശു ക്രിസ്തുവേ, ഇന്നത്തെ ദിവസം എത്ര ആഗ്രഹിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ, എത്ര പരിശ്രമിച്ചിട്ടും തീർപ്പ് കൽപ്പിക്കാത്ത പ്രശ്നങ്ങൾ ഇന്ന് നിന്നിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ വിളിക്കുക. നീ എൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും എന്നരുളി ചെയ്ത ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രശ്നങ്ങളെ പ്രതി, എൻ്റെ മുന്നോട്ടുള്ള യാത്രകളെ പ്രതി, എൻ്റെ ആവശ്യങ്ങളെ പ്രതി, എൻ്റെ പ്രതിബന്ധങ്ങളെ പ്രതി, എൻ്റെ ആഗ്രഹങ്ങളെ പ്രതി, എൻ്റെ ജോലികളെ പ്രതി, എൻ്റെ വരുമാന മേഖലയെ പ്രതി, എൻ്റെ ആരോഗ്യത്തെ പ്രതി, എൻ്റെ കുടുംബാംഗങ്ങളെ പ്രതി, കുടുംബാംഗങ്ങളുടെ രോഗത്തെ പ്രതി, കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തെ പ്രതി, കുടുംബ പ്രശ്നങ്ങളെ പ്രതി, സാമ്പത്തിക തകർച്ചയെ പ്രതി, ജോലിയിലുള്ള എല്ലാ അരക്ഷിതാവസ്ഥയെ പ്രതി, എപ്പോഴും തടസ്സങ്ങൾ മാത്രം നിൽക്കുന്ന അവസ്ഥയെ പ്രതി, പരാജയങ്ങളുടെ മേഖലകളെ പ്രതി, കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഇന്ന് എനിക്കാവശ്യമായ മറുപടി നൽകി എന്നെ നിന്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കണമേ. നിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക് എന്നെ ചേർത്തു വെക്കണമേ. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നീ എനിക്ക് ഉത്തരമരുളിയിട്ടുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമേ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ. കർത്താവേ, എന്നെ അവിശ്വാസത്തിൽ നിന്നും എനിക്ക് പൂർണ്ണ മോചനം നൽകണമേ. എൻ്റെ കർത്താവായ ദൈവമേ, നീയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീയല്ലാതെ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്ന മറ്റൊരു ശക്തിയും ഈ ലോകത്തിലില്ല. എൻ്റെ ദൈവമേ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. നിനക്ക് മാത്രമേ എൻ്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന്, കുടുംബ ശിഥിലീകരണത്തിൽ നിന്ന്, സാമ്പത്തിക തകർച്ചകളിൽ നിന്ന്, സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, കർത്താവായ യേശുവേ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കൂ. പാപമാർഗങ്ങളിൽ നിന്ന് നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. കർത്താവേ, പാപത്തിൻ്റെ എല്ലാ ശിക്ഷയിൽ നിന്നും നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. കർത്താവായ ദൈവമേ, നിന്നിൽ ഞാൻ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നു. നിന്റെ നാമത്തെ പ്രതി ഞാൻ ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല അന്ധകാര ശക്തിയെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ ഭവനത്തെ, എൻ്റെ വസ്തുവകകളെ, എനിക്കുള്ളതിനെ എല്ലാം തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടപിശാചുക്കളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിഷ്കാസനം ചെയ്യുന്നു, ആട്ടിപ്പായിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് രക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എനിക്കെതിരെ, എൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ, എൻ്റെ ഉയർച്ചയ്ക്കെതിരെ ഉദ്ധരിച്ചിരിക്കുന്ന എല്ലാ നാവുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു. എനിക്കെതിരെ നുണകൾ പറയുന്ന നാവുകളെ യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ഖണ്ഡിക്കുന്നു. കർത്താവേ, എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ആട്ടിപ്പായിക്കുന്നു. ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രതീക്ഷിച്ച് ദൈവമേ, നിന്റെ നാമത്തിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി, ഫലപ്രദമായ ജീവിതം നയിക്കുന്നതിനുള്ള തടസ്സങ്ങളെ മാറ്റി കർത്താവേ, ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അനേക നാളായി ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളിൽ, ചില വിഷയങ്ങളിൽ ഇന്ന് നീ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ. എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഇന്ന് വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ.
എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ വലിയ നോയമ്പ് കാലത്ത് കർത്താവേ, നിന്റെ സന്നിധിയിൽ എളിമയുള്ള ഹൃദയത്തോടെ വിശുദ്ധിയോടെ വർത്തിക്കുന്നതിന് ഞങ്ങളെ തന്നെ അനുതാപമെന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണമേ. പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി, ശക്തി നൽകി, ഞങ്ങളുടെ എല്ലാ കുറവുകളെയും മനസ്സിലാക്കി നന്മയുടെ മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് നയിക്കപ്പെടാൻ ദൈവമേ, ഇന്ന് അങ്ങയുടെ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും പേരുപേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ മേൽ കർത്താവേ, നീ ആധിപത്യം എടുക്കണമേ. എൻ്റെ മേൽ, എൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ കർത്താവേ, നീ ആധിപത്യം എടുക്കണമേ. എൻ്റെ ഭവനത്തിന്മേൽ, കുടുംബത്തിന്മേൽ, വസ്തുവകകളുടെ മേൽ, എനിക്കുള്ള സകലതിൻ്റെയും മേൽ കർത്താവേ, നീ ആധിപത്യം പുലർത്തണമേ. കർത്താവേ, എൻ്റെ ആഗ്രഹത്തിന്മേൽ, എൻ്റെ സ്വപ്നങ്ങളുടെ മേൽ, എൻ്റെ ആവശ്യങ്ങളുടെ മേൽ നീ ആധിപത്യം പുലർത്തണമേ. ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ച് തിരികെ സുരക്ഷിതമായി വരുന്നതിന് നീ ഞങ്ങളുടെ യാത്രയിലുടനീളം കൂടെ ഇരുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഒന്നുകൂടെ ഞാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനവും നിന്റെ സന്തോഷവും നൽകി, അനുഗ്രഹം നൽകി, സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ സൗഖ്യത്തിന്റെ ശക്തി, നിന്റെ സൗഖ്യദായകമായ വചനം അയച്ച് ഈ നിമിഷം അവർക്ക് സൗഖ്യവും, പരിപൂർണ സൗഖ്യവും വിടുതലും രക്ഷയും ഇപ്പോൾ തന്നെ നീ നൽകി അവരെ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളുടെ മേലും കർത്താവേ, നിന്റെ അത്ഭുത കരം സ്പർശിച്ച്, നിന്റെ സൗഖ്യത്തിന്റെ കരം സ്പർശിച്ച് ഇപ്പോൾ തന്നെ അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന്റെ ശക്തി അവരുടെ മേൽ അയക്കണമേ. ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്മേൽ അയക്കണമേ. ഈശോയെ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ബന്ധങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം സുരക്ഷിതത്വത്തിന് കീഴിൽ, അങ്ങയുടെ വലത് കൈയിൻ കീഴിൽ ഞങ്ങൾ ആയിരിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഒരു വലിയ അത്ഭുതം നടത്തി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ ചേർത്ത് വെക്കുന്നു. ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ, സൗഖ്യം, വിടുതൽ, ശക്തി, ആയുസ്, ആരോഗ്യം, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, മറ്റെല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി, പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെ വഴി നടത്തണമേ. അവർക്ക് വിജയം നൽകി കാത്ത് സംരക്ഷിക്കണമേ. എല്ലാ ഭയത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കുകയും എല്ലാം ക്രമമായി നടക്കുന്നതിനും ഇന്നെല്ലാം ഫലപ്രദമായ ജീവിതം നയിക്കുന്നതിനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിന്റെ വഴികളിൽ അവിടുന്ന് പ്രത്യേകം നിന്നെ കാത്തു പരിപാലിക്കട്ടെ. സകല അനുഗ്രഹങ്ങളാലും വിജയത്താലും നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം അവിടുത്തെ ശക്തരായ ദൂതർ നിനക്ക് കാവലുണ്ടാകട്ടെ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് കർത്താവ് സാധിച്ചു തരട്ടെ. നിന്റെ രോഗത്തിൽ അവിടുന്ന് സൗഖ്യവും വിടുതലും നൽകി, പരിപൂർണ സൗഖ്യം നൽകി, പരിപൂർണ ആരോഗ്യം നൽകി നിന്റെ ജീവനെയും ജീവിതത്തെയും നിലനിർത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.